സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ സീരീസിന്റെ പാർട്ട് 3 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസിന്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2ൽ ഈ ഒരു ടൂളിന്റെ എൻ്റയർ ഫംഗ്ഷനാലിറ്റി നമ്മൾ കോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പാർട്ടിൽ ഈ ഒരു ടൂളിന് നമ്മൾ നല്ലൊരു ലുക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇതുവരെ നമ്മൾ കോഡ് മൊത്തം ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും ഒക്കെ ഒരു കോഡിംഗ് ഇന്റർഫേസിലാണ്. അതിന് പകരം നമ്മൾ ഈ ടൂളിന് ഇന്ന് നല്ലൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. ടിക്കിൻ്റെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ടൂളിനെ ഒരു പ്രോപ്പർ വിൻഡോസ് ആപ്പാക്കി മാറ്റി കൺവേർട്ട് ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടൂളിൻ്റെ കോഡ് മുഴുവൻ ഇന്ന് ഗിറ്റ് ഹബിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമിൽ ഇത് പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യാൻ സാധിക്കും. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ബിഗിൻ. ഇറ്റ്സ് മീ അഡോൺ മാത്യു. വെൽക്കം. നമ്മൾ ഇന്ന് ടിക്കിൻ്റെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ടൂളിന് നല്ലൊരു GUI ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പാർട്ട് 12 നമ്മുടെ പൈതൺ ലെക്ചർ സീരീസിലെ 12th പാർട്ടായിട്ടുള്ള ടിക്കിൻ്റെ എന്ന് പറഞ്ഞ വീഡിയോ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് കാണാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പാർട്ട് 12 ആയിട്ടുള്ള ടിക്കിൻ്റെ എന്ന് പറഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി പാടുള്ളൂ. അതേപോലെ തന്നെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ നമ്മൾ ഗിറ്റ് ഹബും പറയുന്നുണ്ട്. സോ ആ ഗിറ്റ് ഹബിൻ്റെ സീരീസും മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്കിനി കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം. ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഈ ഒരു ഫയലാണ്, ഈ ഒരു app.py എന്ന ഫയലാണ് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനൊരു പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്യാണ്. ന്യൂ ടെർമിനൽ. ഞാനിവിടെ പൈതൺ സ്പേസ് app.py, അത് ഈ ഒരു കോഡ് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സെയിം കമാൻഡ് പൈതൺ സ്പേസ് app.py എന്ന് ടൈപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ കാണാം വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള എൻ്റെ ഒരു റേഞ്ച് ഞാൻ ജസ്റ്റ് 25 എന്ന് കൊടുക്കുകയാണ്. സാലറി ഞാൻ 50,000 എന്ന് കൊടുക്കുകയാണ്. എക്സ്പെൻസ് ഞാനൊരു 20,000 എന്ന് കൊടുക്കുകയാണ്. സോ എനിക്ക് അതിൻ്റെ അസറ്റ് അലോക്കേഷനൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഓക്കെ, ആ റെക്കമെൻഡ് അസറ്റ് അലോക്കേഷൻ ഈക്വിറ്റി ഞാൻ 24,000 ഇടണം. അതിൽ ലാർജ് ക്യാപ്പിൽ എത്ര, മിഡ് ക്യാപ്പിൽ എത്ര, സ്മോൾ ക്യാപ്പിൽ എത്ര, ഡെപ്റ്റിലും ഗോൾഡിൽ എത്ര ഇടണം എന്നുള്ള പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു പ്രോപ്പർ UI മാറ്റാൻ വേണ്ടി പോവുകയാണ്. സോ അതിന് വേണ്ടി നമ്മളൊരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ഒരു പുതിയ ഫയൽ, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഞാൻ അതിനെ GUI.py എന്ന് കൊടുക്കുകയാണ്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ് അർത്ഥം. സോ ഇവിടെ നമ്മൾ ഇനി ആക്ച്വലി ടിക്കിൻ്റെ കോഡാണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോഡിൽ നമ്മൾ ആക്ച്വലി നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മൾ കുറേ ഫംഗ്ഷൻസ് ഇതുണ്ട്. ഇവിടുത്തെ ഒരു ഫംഗ്ഷനാണ് പേഴ്സണൽ ടു ക്യാഷ്. ഇത് ഗെറ്റ് അലോക്കേഷൻ എന്ന് വേറെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ മെയിൻ എന്ന് പറഞ്ഞ വേറെ ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ ഫംഗ്ഷൻസ് വെച്ച് കൊടുത്ത കാരണം തന്നെ നമുക്ക് ഈ ഫയലിലത്തെ ഫംഗ്ഷൻസ് മൊത്തം നമുക്ക് ഈ GUI ഈ ഒരു ഫയലിലോട്ട് നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് ഇവിടെ വീണ്ടും ഈ കോഡൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. സോ നമ്മൾ ആദ്യം തന്നെ ഒരു ടിക്കിൻ്റെ ആപ്പാണ് ക്രിയേറ്റ് വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ടിക്കിൻ്റെ STK. സോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു, ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ വേണമെങ്കിൽ ജസ്റ്റ് ഇന്നത്തെ ഒരു ഓവറോൾ സമ്മറി എഴുതി വെക്കാം, എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. സോ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടിക്കിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് എ ടിക്കിൻ്റെ ആപ്പ്. അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യൂസറിൻ്റെ അടുത്ത് ഏജ് ചോദിക്കണം. സോ ഒരു ഫെച്ച് ഏജ് ഫ്രം യൂസർ. ആപ്പിനകത്ത് ആദ്യം യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഏജ് ഫെച്ച് ചെയ്യണം. പിന്നെ പിന്നെ സാലറി വിടണം. ഫെച്ച് സാലറി ഫ്രം യൂസർ. പിന്നെ ഫോർത്ത് ഫെച്ച് എക്സ്പെൻസ് ഫ്രം യൂസർ. പിന്നെ ഫിഫ്ത്ത് നമുക്കൊരു ബട്ടൺ വേണം. ബട്ടൺ ടു കാൽക്കുലേറ്റ് ഇൻവെസ്റ്റബിൾ എമൗണ്ട്, എത്രയാണെന്നുള്ള ഇൻവെസ്റ്റബിൾ എമൗണ്ട്. ആൻഡ് സിക്സ്ത് എന്ന് പറയുന്നത് ആ ഒരു ഇൻവെസ്റ്റബിൾ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. ഡിസ്പ്ലേ നമ്മുടെ അതിൻ്റെ അസറ്റ് അലോക്കേഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം, ക്രിയേറ്റ് എ ടിക്കിൻ ട്രാപ്പ്. സോ ജസ്റ്റ് ഇവിടെ കമൻറ്റ് വെച്ചിരിക്കാം. സോ അത് നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് മനസ്സിലാവും. സോ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ടിക്കിൻ്റെ STK എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് നമ്മൾ ടിക്കിൻ്റെ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് റൂട്ട് ഈക്വൽ ടു TK. ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ,
ഇവിടെ നേരത്തെ സജഷൻ വരുന്നതാണ്, ജസ്റ്റ് ഒന്ന് ഓഫാക്കി വെച്ചതാണ്. നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ആക്ച്വലി സജഷൻ ഓഫാക്കി വെക്കുന്നതല്ല, നമ്മൾ തന്നെ കോഡ് ചെയ്താൽ മാത്രമേ നമുക്കത് പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ നമ്മൾ ഇമ്പോർട്ട് ടിക്കിൻ്റെ ടിക്ക് എന്ന് കൊടുത്തു. അതിനുശേഷം റൂട്ട് ഈക്വൽ ടു tk എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ്സ് കൊടുക്കുന്നു. ഇനി നമ്മൾ റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടേമിലൊന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കളയുന്നത്. ക്ലിയർ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലുള്ള സംഭവങ്ങളെല്ലാം പോയി കിട്ടും. വേണ്ട, എല്ലാം ക്ലിയർ ആയിട്ട് വന്നു. ഇനി ഞാൻ ജസ്റ്റ് ഈ ഒരു ഫയൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ അതിനുവേണ്ടി പൈതൺ സ്പേസ് ഈ ഫയലിൻ്റെ പേരുന്നത് GUI.py എക്സിക്യൂട്ട് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ ഇവിടെ ഒരു ആപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് ജസ്റ്റ് ഈ ഒരു കോഡ് എന്ന് പറയുകയാണെങ്കിൽ ടിക്കിൻ്റെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം tk ഈ റൂട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. റൂട്ട് ഡോട്ട് മെയിൻ ലൂപ്പ് വിളിക്കുന്ന വഴിയാണ് നമുക്ക് ഈ ഒരു ആപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടിക്കിൻ്റെ ഒന്ന് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തതാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. സോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഓരോ എലമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം, പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ലേബൽ കൊടുക്കണം. സോ ഞാൻ ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കാം, റൂട്ട് ഡോട്ട് ടൈറ്റിൽ. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ എന്ന് കൊടുക്കാം. അതിനുശേഷം അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ജസ്റ്റ് ജിയോമെട്രി ഒന്ന് ഫിക്സ് ചെയ്യാം, റൂട്ട് ഡോട്ട് ജിയോമെട്രി. ഇതിന് നമുക്കൊരു 500 × 450 ആ ജിയോമെട്രി കൊടുക്കാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കാണാം, കണ്ടോ ഇവിടെ ഞാൻ ടൈറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ എന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ ടൈറ്റിൽ അതായിട്ട് വന്നു. ജിയോമെട്രി 500 × 450, സോ 500 വിഡ്ത്തും 450 ലെങ്ത്തും ആയിട്ട് വന്നു. നേരത്തെ വളരെ ചെറിയൊരു വിൻഡോ ആയിരുന്നു, ഇപ്പോൾ അത് ഒന്നുകൂടെ വലിയൊരു വിൻഡോ ആയിട്ട് വന്നു. ഇതിനുശേഷം നമുക്കിവിടെ ജസ്റ്റ് ഒരു ആദ്യം ലേബൽ കൊടുക്കാം, എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ലേബൽ കൊടുക്കാം. സോ അതിന് വേണ്ടി ഞാനിവിടെ ലേബൽ ഈക്വൽ ടു tk.label അത് കൊടുക്കേണ്ടത് റൂട്ടിൻ്റെ അകത്താണ്. റൂട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു എൻ്റർ യുവർ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളത് ലേബൽ ഡോട്ട് പാക്ക് എന്ന് കൊടുത്താൽ നമുക്ക് അത് കാണാൻ സാധിക്കുകയുള്ളൂ. ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ്, കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അതിനുശേഷം ഞാൻ ഇതാണ് പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താ, ഇനി നമുക്കിവിടെ സ്റ്റെപ്പ് നോക്കാം. ഫെച്ച് ഏജ്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ടിക്കിൻ ട്രാപ്പ് ജസ്റ്റ് ഒരു വളരെ ബേസിക് ആയിട്ട് ലേഔട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി അതിലോട്ടേക്ക് ഫെച്ച് ഏജ് ഫ്രം യൂസർ അത് നമുക്ക് കൊടുക്കാം. അപ്പം അത് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് താഴത്തോട്ടേക്ക് ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ, ഫെച്ച് ഏജ് ഫ്രം യൂസർ എന്ന് പറയുമ്പം യൂസറിൻ്റെ അടുത്ത് ഏജ് വയ്ക്കണം. അതിനാദ്യം നമ്മൾ ജസ്റ്റ് ഏജ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് വേണം, അതിന് ശേഷം ഒരു ഇൻപുട്ട് ബോക്സും വേണം. സോ അത് രണ്ടും നമുക്ക് ചെയ്യാം. ആദ്യം ഏജ് എന്ന് പറയുന്ന ടെക്സ്റ്റ്, സോ age_label നമുക്ക് ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുക്കാം. അതെന്ന് പറയുന്നത് tk.label. സോ ഇത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ഫ്രെയിമിനകത്ത് വെക്കാം. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗ്രിഡായിട്ട് കിട്ടും. സോ ഞാൻ ജസ്റ്റ് ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. ഫ്രെയിം ഈക്വൽ ടു tk.frame എന്ന് കൊടുക്കുകയാണ്. ആ ഫ്രെയിം കിടക്കേണ്ടത് റൂട്ടിൻ്റെ അകത്താണ്. അതിനുശേഷം ഫ്രെയിം ഡോട്ട് പാക്ക് എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു ഫ്രെയിമിൻ്റെ അകത്തായി കൊടുക്കുക. സോ age_label എന്ന് പറയുന്നത് ഞാൻ ഈ ഫ്രെയിമിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. ഞാൻ എന്താണെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. tk.label ഫ്രെയിം എന്ന് കൊടുക്കുന്നു. ആൻഡ് അതിനുള്ളിൽ കൊടുക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ഏജ് എന്ന് കൊടുക്കാം. അതിനുശേഷം age_label ഡോട്ട് ഇപ്പോൾ ഒന്ന് ഫ്രെയിം കൊടുക്കുന്നത്. ഫ്രെയിം കൊടുക്കുന്ന കാരണം നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഗ്രിഡായിട്ടാണ്. ഗ്രിഡിൽ റോയും കോളമായിട്ടാണ് കൊടുക്കേണ്ടത്. സോ ഞാനത് റോ ഈക്വൽ ടു 0, കോളം ഈക്വൽ ടു 0 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാൻ പോവാണ്. ഇപ്പം നിങ്ങൾക്കൂടെ ഇപ്പോൾ നമുക്കിവിടെ ഏജ് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെച്ച് ഏജ് ഫ്രം യൂസർ എന്ന് പറയും. ഇവിടെ നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഫ്രെയിം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വേറെ കണ്ടെയ്നറാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇനി നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഏജും സാലറിയും എക്സ്പെൻസും ഒക്കെ നമ്മൾ ഈ ഒരു ഈ ഫ്രെയിമിൻ്റെ അകത്താണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഒരു age_label ഞാൻ tk.label ഫ്രെയിം എന്ന് കൊടുത്തത്. കാരണം ഫ്രെയിമിനുള്ള ഇതൊക്കെ വേണ്ടേ. ഇവിടെ കൊടുത്ത ടെസ്റ്റ് ഏജ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ഗ്രിഡ് റോ 0, കോളം 0 എല്ലാം വന്നിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ഇതിന് ഇൻപുട്ട് ബോക്സും എല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റോ കോളം കാര്യമൊക്കെ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം. സോ ഇപ്പം ആ ഏജ് ലേബൽ വന്നു. ഇനി ആ ഏജിൻ്റെ ഒരു എൻട്രി ബോക്സ് വേണം. സോ age_entry ഈക്വൽ ടു tk.entry. അതും tk.entry വരേണ്ടത്
ഫ്രെയിമിൻ്റെ അകത്താണ്. ഓക്കെ, ഏജ് അണ്ടർസ്കോർ എൻട്രി ഡോട്ട് ഗ്രിഡ്, മറ്റേ ലേബിൾ കിടക്കുന്ന റോ 0 കോളം 0. അപ്പം അതിൻ്റെ എന്താ ബോക്സ് കിടക്കേണ്ടത് റോ 0 കോളം 1-ലാണ്. സോ ഞാൻ റോ ഈക്വൽ ടു 0, കോളം ഈക്വൽ ടു 1, തൊട്ടപ്പുറത്ത് കോളം ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. ഞാൻ ഇത് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കോഡ് മാത്രം നോക്കുക. അപ്പം ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഏജ് അണ്ടർസ്കോർ ലേബൽ. അപ്പോൾ ലേബൽ TK ഡോട്ട് ലേബൽ എന്ന് ലേബലായിട്ട് വരുന്നു. ടെക്സ്റ്റിൻ്റെ ഏജ് വരും. അപ്പോൾ ഇത് ഏജ് ഈസ് ടെസ്റ്റ് വന്നു. അത് കിടക്കുന്ന റോ 0 കോളം 0. ഇപ്പോൾ ഇതാണ് റോ 0 കോളം 0 എന്ന് പറയുന്നത്. അവിടെ അത് വന്നു. ഇനി അടുത്തത് പറഞ്ഞാൽ TK ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ബോക്സ് വന്നു. അതാണ് ഈ ഒരു ഇൻപുട്ട് ബോക്സ്. അത് കിടക്കുന്ന റോ 0 കോളം 1. കണ്ടോ, ഇതാണ് റോ 0. അതിൽ കോളം 1-ൽ വന്നു. കോളം 0-ൽ ഏജും കോളം 1-ലെ ബോക്സും വന്നു. ഇതേപോലെ തന്നെ നമ്മൾ സാലറിയും എക്സ്പെൻസും എടുക്കണം. ഞാൻ ക്ലോസ് ചെയ്യാണ്. സോ ഇനി നമ്മൾ എടുക്കേണ്ടത് തേർഡ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഫെച്ച് സാലറി ഫ്രം ദ യൂസർ. സോ ഇത് ഇപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സാലറി അണ്ടർസ്കോർ ആദ്യം ലേബൽ വേണം. സാലറി അണ്ടർസ്കോർ ലേബൽ ഈക്വൽ ടു TK ഡോട്ട് ലേബൽ. അത് നമ്മൾ ഫ്രെയിമിൻ്റെ അകത്താണ് കൊടുക്കുന്നത്. ടെക്സ്റ്റ് ഈക്വൽ ടു നമുക്ക് സാലറി എന്ന് കൊടുക്കാം. നമുക്ക് മന്ത്ലി സാലറി എന്ന് കൊടുക്കാം. അപ്പോൾ ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ ഇൻപുട്ട് ബോക്സ് ഇനി അത് നമ്മൾ ഗ്രിഡിൽ വെക്കണം. സാലറി അണ്ടർസ്കോർ ലേബൽ ഡോട്ട് ഗ്രിഡ് കൊടുക്കുന്നത് നമുക്ക് തൊട്ടടിയില്ല. എന്നാൽ റോ 1 എന്ന് കൊടുക്കാം. റോ ഈക്വൽ ടു 1 ആൻഡ് കോളം ഈക്വൽ ടു 0. അപ്പോൾ അത് നേരത്തെ റോ 0 ആയത് ഇനി റോ 1 കോളം 0-ൽ കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ അതിന് എൻട്രി ബോക്സ് കൊടുക്കണം. അപ്പോൾ സാലറി അണ്ടർസ്കോർ എൻട്രി എന്ന് കൊടുക്കാം ഈക്വൽ ടു TK ഡോട്ട് എൻട്രി. അതും കൊടുക്കുന്ന ഫ്രെയിമിൻ്റെ അകത്താണ്. ഓക്കെ, അത്ര മതി. ഇനി സാലറി അണ്ടർസ്കോർ എൻട്രി ഡോട്ട് ഗ്രിഡ് റോ സെയിം തന്നെ കൊടുക്കുക. റോ ഈക്വൽ ടു 0, കോളം ഈക്വൽ ടു തൊട്ടപ്പുറത്ത്, അതായത് കോളം ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ആണോ, ഇപ്പം നമുക്ക് എന്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മളിവിടെ റോ ഈക്വൽ ടു 0 കോളം ഈക്വൽ ടു 1 എന്നാണ് കൊടുത്തത്. അപ്പോൾ ഓൾറെഡി റോ ഈക്വൽ ടു 0 കോളം ഈക്വൽ ടു 1-ൽ ഈ ഒരു ഏജ് എൻട്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിസ്റ്റേക്കാണ്. നമ്മളിത് ഫിക്സ് ആക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് റോ ഈക്വൽ ടു 1 കോളം ഈക്വൽ ടു 1 ആണ്. കാരണം റോ ഈക്വൽ ടു 0 കോളം ഈക്വൽ ടു 1-ൽ ഓൾറെഡി ഇതുണ്ടായിരുന്നു. അപ്പം അത് റീപ്ലേസ് ആവണം ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇത് മാറ്റി കൊടുത്തു. ഇനി നമുക്ക് നേരെ താഴെ തന്നെ കാണാൻ സാധിക്കും. കണ്ടോ, ഇപ്പോൾ നമുക്ക് ആ മൊത്തം കാണാൻ സാധിക്കും. ഇപ്പോൾ ഏജ് എന്ന് പറയുന്നത് വന്നു, അതിന് ഇൻപുട്ട് ബോക്സ് വന്നു, മന്ത്ലി സാലറി വന്നു, അതിൻ്റെ ഇൻപുട്ട് ബോക്സ് വന്നു. ഇതേപോലെ തന്നെ നമ്മൾ എക്സ്പെൻസ് ഫോർത്ത് ഫെച്ച് എക്സ്പെൻസ് ഫ്രം യൂസർ എടുക്കുകയാണ്. അപ്പം നേരത്തെ ഒന്നുമില്ല, എക്സ്പെൻസ് അണ്ടർസ്കോർ ലേബൽ എന്ന് പറയുന്നത് TK ഡോട്ട് ലേബൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. ഫ്രെയിമിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. ഫ്രെയിം ടെക്സ്റ്റ് ഈക്വൽ ടു മന്ത്ലി എക്സ്പെൻസസ് എന്ന് കൊടുക്കാം. മന്ത്ലി എക്സ്പെൻസസ്. ഓക്കെ, എക്സ്പെൻസ് അണ്ടർസ്കോർ ലേബൽ ഡോട്ട് ഗ്രിഡ്. അപ്പോൾ ഗ്രിഡ് നേരത്തെ നമ്മൾ കൊടുത്ത എവിടേക്കാണ്, റോ 0 കൊടുത്ത് റോ 1 കൊടുത്ത്. നമ്മൾ കൊടുക്കേണ്ടത് റോ 2-ലോട്ടാണ്. സോ ഞാൻ റോ 2 എന്ന് കൊടുക്കുകയാണ്. റോ ഈക്വൽ ടു 2, കോളം ഈക്വൽ ടു 0, കോളം വീണ്ടും 0 തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ്പെൻസ് അണ്ടർ ലേബൽ കൊടുത്തു. ഇനി എക്സ്പെൻസ് അണ്ടർസ്കോർ എൻട്രി കൊടുക്കുക, അതിൻ്റെ എൻട്രി ബോക്സ്. എൻട്രി ഈക്വൽ ടു TK ഡോട്ട് എൻട്രി. പിന്നെ നമ്മൾ ഫ്രെയിമിൻ്റെ അകത്ത് കൊടുക്കുന്നു. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അതിനുശേഷം എക്സ്പെൻസ് അണ്ടർസ്കോർ എൻട്രി ഡോട്ട് ഗ്രിഡ് റോ ഈക്വൽ ടു 2 എന്ന് കൊടുക്കുന്നു, കോളം ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. സോ ഈ നേരത്തെ ഉള്ള ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കോളം ഈക്വൽ ടു 1. ഇനി ഞാൻ അത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇത് ഇപ്പോൾ നമ്മൾ ആ മൂന്ന് സംഭവങ്ങൾ, നമ്മൾ ഈ യൂസറിനെ മേടിക്കേണ്ട 3 സംഭവങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഏജ് കൊടുത്തു, ഏജിൻ്റെ ഇൻപുട്ട് ബോക്സ് ഉണ്ട് ഇവിടെ, മന്ത്ലി സാലറി അതിൻ്റെ ഇൻപുട്ട് ബോക്സ്, മന്ത്ലി എക്സ്പെൻസ് അതിൻ്റെ ഇൻപുട്ട് ബോക്സ്. ഇനി നമുക്ക് വേണ്ട ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമാണ്. ആ ഒരു ബട്ടൺ കൊടുക്കുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എന്ത് ഫംഗ്ഷനാലിറ്റി വേണം, അതുപോലെ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം താഴെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണല്ലോ, അതും കൊടുക്കണം. സോ അത് ആ 3 ഇനി ബാക്കിയായിട്ടുള്ളത്. നമുക്ക് ഞാൻ അത് ചെയ്യാം. 5th എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൂട്ടുകൾ TK ഡോട്ട് TK എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ആ ഒരു ആപ്പ് വിൻഡോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം റൂട്ട് ഡോട്ട് ടൈറ്റിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ എന്ന് കൊടുത്തപ്പോൾ ഇവിടെ ആ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. ജോമെട്രി 500x450. സോ ഈ ജോമെട്രി 500x450 മാറി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് 500 450 ലെങ്ത്തും വന്നു.
അതിനുശേഷം നമ്മൾ ജസ്റ്റ് ലേബിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ എൻ്റർ യുവർ ഡീറ്റെയിൽസ് ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്, ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ലേബൽ ഡോട്ട് പാക്ക് എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ലേബൽ ഡോട്ട് പാക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ആ ഫ്രെയിമിൻ്റെ അകത്താണ് നമ്മൾ ഇനി പറയുന്ന ഈ സംഭവങ്ങൾ മൊത്തം വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യം ഏജ് അണ്ടർസ്കോർ ലേബൽ, ഏജ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ എൻട്രി ബോക്സ് അത് നമ്മൾ ഈ തൊട്ടപ്പുറത്ത് ഇവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ സാലറി ലേബൽ എന്ന് പറഞ്ഞാൽ മന്ത്ലി സാലറി അതൊരു ലേബലായിട്ട് കൊടുത്തു, മന്ത്ലി സാലറി അത് നമ്മൾ അതിനുശേഷം അതിൻ്റെ എൻട്രി ബോക്സ് കൊടുത്തു ആ തൊട്ടപ്പുറത്ത്. അപ്പോൾ ഇത് ഇരിക്കുന്ന ലൊക്കേഷൻ ഇത് എവിടെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഒരു റോ ഈക്വൽ ടു 0 കോളം ഈക്വൽ ടു 0 വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതാണ് റോ ഈക്വൽ ടു 0 കോളം ഈക്വൽ ടു 0. നമുക്ക് ഇവിടെ കാണാം ഏജ് അണ്ടർസ്കോർ ലേബൽ റോ 0 കോളം 0 ആണ്. അതിന് തൊട്ടപ്പുറം എന്ന് പറയുന്നത് റോ 0 കോളം 1 ആണ്. അതാണ് ഇവിടെ കാണുന്നത് റോ 0 കോളം 1. അതിന് സാലറി എന്ന് പറയുന്നത് റോ 1 കോളം 0. സോ ഇതാണ് റോ 1, ഇത് കോളം 0. അതിനുശേഷം സാലറിൻ്റെ എൻട്രി ഈ ബോക്സ് എന്ന് പറയുന്നത് റോ 1 കോളം 1 ആണ്. അതിനുശേഷം എക്സ്പെൻസ് അണ്ടർസ്കോർ ലേബൽ അതാണ് നമ്മളിവിടെ കാണുന്ന മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത്, അത് റോ 2 കോളം 0 ആണ്. അത് തന്നെ അതിനുശേഷം അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് റോ 2 കോളം 1 ആണ്. സോ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബട്ടൺ കൊടുക്കാം. അപ്പം നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ഇനി ബട്ടൺ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ജസ്റ്റ് അതിൻ്റെ കമൻറ്റ് എടുത്ത് വെച്ചേക്കാം. 5th സ്റ്റെപ്പ് ബട്ടൺ ടു കാൽക്കുലേറ്റ് ഇൻവെസ്റ്റബിൾ എമൗണ്ട്. സോ അതിന് ഞാൻ ജസ്റ്റ് ബട്ടൺ എന്ന് കൊടുക്കുകയാണ്. ബട്ടൺ ഈക്വൽ ടു TK ഡോട്ട് ബട്ടൺ. അത് ഞാൻ കൊടുക്കാൻ പോകുന്നത് റൂട്ടിൻ്റെ അകത്താണ്, ഫ്രെയിമിൻ്റെ അകത്തല്ല. അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് കൊടുക്കുന്നത് കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നെല്ലാം കൊടുക്കാം. കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് നമുക്ക് ഇതിനൊരു ഫംഗ്ഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കമാൻഡ് ഈക്വൽ ടു ജസ്റ്റ് ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ഫംഗ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇവിടെ തൽക്കാലത്തേക്ക് കൊടുക്കണം. നമുക്ക് അതിനുശേഷം ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാം. ജസ്റ്റ് കാൽക്കുലേറ്റ് അണ്ടർസ്കോർ അലോക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഇവിടെ ജസ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ അതിനുശേഷം ഈ ഫംഗ്ഷൻ ജസ്റ്റ് ഇതിന് തൊട്ട് മേലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്ത് വെച്ചേക്കാം. ഡെഫ് കാൽക്കുലേറ്റ് അണ്ടർസ്കോർ അലോക്കേഷൻ. ഞാൻ തൽക്കാലത്തേക്ക് പ്രിൻറ്റ് ക്ലിക്ക്ഡ് എന്ന് കൊടുക്കുക. നമുക്ക് കുറച്ച് മാറ്റാം. ജസ്റ്റ് ഇത് ഫംഗ്ഷനാലിറ്റി ഒന്ന് കാണിച്ചു തരാം. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബട്ടൺ കൊടുത്തിരിക്കുകയാണ്. ആ ബട്ടണ് ഇനി ബട്ടൺ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടൺ ഡോട്ട് പാക്ക് എന്ന് കൊടുക്കണം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ബട്ടൺ കൊടുത്തിരിക്കുകയാണ്. ആ ബട്ടൺ റൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടെസ്റ്റ് കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. റീസൈസ് ചെയ്യാം. ഇവിടെ കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടണാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് ഈ കാൽക്കുലേറ്റ് അണ്ടർസ്കോർ അലോക്കേഷൻ. സോ ആ ഫംഗ്ഷൻ അവിടെ മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിൻറ്റ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് തരണം. അപ്പോൾ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാം ക്ലിക്ക്ഡ് എന്ന് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ വീണ്ടും ക്ലിക്ക്ഡ് എന്ന് വന്നിട്ടുണ്ട്. വീണ്ടും ക്ലിക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും ക്ലിക്ക്ഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ഫംഗ്ഷൻ സംഭവിക്കണം എന്നാണ് ഈ കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ശരിക്കും എന്താ വേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കണം. സോ ആ എഴുതി കാണിക്കുന്ന സ്ഥലം നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. അതൊരു ലേബലാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ മോഡിഫൈ ചെയ്യാം. സോ അതാണ് 6th എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് റിസൾട്ട് അണ്ടർസ്കോർ ലേബൽ എന്ന് നോക്കാൻ പേടാം. റിസൾട്ട് അണ്ടർസ്കോർ ലേബൽ ഈക്വൽ ടു അതും TK ഡോട്ട് ലേബൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടതാണ് റൂട്ടിലോട്ടേക്ക്. തൽക്കാലത്തേക്ക് നമ്മൾ ഇനിഷ്യലി ടെക്സ്റ്റ് ഒന്നുമില്ല, കാരണം ഇനിഷ്യലി ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതിന് ശേഷം നമ്മൾ ഈ ചെയ്തതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് അതിലോട്ട് അപ്പൻഡ് ചെയ്ത് വരികയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് അതിലോട്ടേക്ക് ആഡ് ചെയ്ത് വരികയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് റൂട്ടിൽ ടെക്സ്റ്റ് കൊടുക്കുന്നു. റിസൾട്ട് അണ്ടർസ്കോർ ലേബൽ ഡോട്ട് പാക്ക് എന്ന് കൊടുക്കുന്നു. എന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളിത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ അടുത്ത പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്താലും ഇവിടെ വരുന്നുള്ളൂ, എനിക്ക് ഇവിടെ ഒന്നും എഴുതി കാണിക്കുന്നില്ല. സോ ഞാൻ ജസ്റ്റ് ഇനി അവിടെ എഴുതി കാണിക്കേണ്ടതാണ് നമ്മൾ ഈ ഫംഗ്ഷനിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഓക്കെ, ഞാൻ ആ ഫംഗ്ഷനിൽ എഴുതി കാണിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓക്കെ ഈ ഫംഗ്ഷനിൽ എന്തൊക്കെയാണ് എഴുതി കാണിക്കേണ്ടത് വെച്ചാൽ ആദ്യം ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് എന്തൊക്കെ വേണം, ഓൾറെഡി യൂസർ ഇൻപുട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ആ ഇൻപുട്ട് നമുക്ക് എടുക്കണം. സോ എന്താണ് ആ ഇൻപുട്ട് എടുക്കണമെന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ട് കിടക്കുന്നത് എവിടെയാണ്, ഈ ഏജിൻ്റെ ഇൻപുട്ട് കിടക്കുന്നത് ഈ ഏജ് എൻട്രി ഡോട്ട് ഗ്രിഡ് ഇതിലാണ് കിടക്കുന്നത്. സോ ഇതിലാണ് നമ്മൾ ആ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഏജ് കിടക്കുന്നത് ഏജ് അണ്ടർസ്കോർ എൻട്രി എന്ന് പറയുന്നത് ഇതിനകത്താണ്. ഏജ് അണ്ടർസ്കോർ എൻട്രി എന്ന് പറഞ്ഞാൽ വേരിയബിളിനകത്താണ്. സോ അതിൻ്റെ അകത്ത് വാല്യൂ എടുക്കണം. അതെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് ഗെറ്റ് എന്ന് പറയുന്നത്. സോ ഏജ് അണ്ടർസ്കോർ എൻട്രി ഡോട്ട് ഗെറ്റ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഏജ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. സോ അതാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഏജ് അണ്ടർസ്കോർ എൻട്രി ഡോട്ട് ഗെറ്റ് എന്ന് കൊടുക്കുക. സോ യൂസർ ആ ഏജ് അണ്ടർസ്കോർ എൻട്രിയിൽ എന്ത് ടൈപ്പ് ചെയ്യുന്നു അത് നമുക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. അതിനുശേഷം ഞാനത് ജസ്റ്റ് ഏജ് എന്ന് വേരിയബിളോട്ട് സ്റ്റോർ ചെയ്യാണ്. ഏജ് ഇക്വൽ ടു ഏജ് അണ്ടർസ്കോർ എൻട്രി ഡോട്ട് ഗെറ്റ്.
അതിനുശേഷം ഈ age_entry.get അത് നമുക്ക് എടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് സ്ട്രിങ് ആയിട്ടാണ് കിട്ടുക. പക്ഷേ നമുക്കതൊരു ഇൻറ്റിജർ ആയിട്ടാണ് വേണ്ടത്. സോ ഞാൻ അത് ഇൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഞാൻ അവിടെ ജസ്റ്റ് ഇൻറ്റ് ഓഫ് എന്ന് കൊടുക്കുകയാണ്. സോ അത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇൻ്റ് ആയിട്ട് കൺവേർട്ട് ആവും, ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ആവും. ഇനി സാലറി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സാലറി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ salary_entry ആ ഒരു എൻട്രി ബോക്സിലാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത് .get എന്ന് കൊടുക്കുന്നു. സോ ആ സാലറി എനിക്ക് കിട്ടി. പറഞ്ഞാൽ അതും എനിക്ക് ഇൻറ്റിജർ ഓഫ് അത് ഞാൻ ഫ്ലോട്ട് ആയിട്ട് മാറ്റുകയാണ്, ഫ്ലോട്ട് ഓഫ് ആക്കി മാറ്റുകയാണ്. ഇത് മനസ്സിലായിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് കാണിച്ചു തരാം. അതായത് ഇത് കണ്ടോ, ഈ ഒരു ഇൻപുട്ട് ബോക്സിൽ ഇതാണ് age_entry എന്ന ഇൻപുട്ട് ബോക്സാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള. ഇവിടെ കാണുന്നില്ലേ age_entry = tk.entry of frame കണ്ടോ, റോ =0 കോളം ഇതാണ് ഈ ബോക്സ് നമ്മൾ എന്തൊക്കെ കൊടുത്താലും അത് age_entryയിലാണ് വരിക. അപ്പോൾ ആ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, ആ കൊടുക്കുന്ന ഡേറ്റ, ഇപ്പോൾ ഞാൻ ഇവിടെ 20 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 20 എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ പേരാണ് age_entry. സോ age_entry.get എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ ടൈപ്പ് ചെയ്തുള്ള ഈ 20 എനിക്ക് കിട്ടും. സോ അതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ തൊട്ട് മുകളിൽ .get എന്ന് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ 3 സംഭവം നമുക്ക് കയ്യിലൂടെ കിട്ടണം. അതിന് വേണ്ടി ഞാൻ ഇവിടെ age_entry.get ചെയ്യുന്നു, salary_entry.get ചെയ്യുന്നു, അതുപോലെ തന്നെ എക്സ്പെൻസും അതുപോലെ തന്നെ ചെയ്യുകയാണ്. എക്സ്പെൻസ് = വീണ്ടും ഞാൻ expense_entry.get എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് ഞാൻ ഫ്ലോട്ടായിട്ട് മാറ്റുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എന്ത് സംഭവം .get എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്ട്രിങ് ആയിട്ടാണ്. സോ ആ സ്ട്രിങ് നമുക്കൊരു ഇൻറ്റിജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്ലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇൻറ്റും ഫ്ലോട്ട് എന്ന് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, ഇനി നമുക്ക് ഇൻവെസ്റ്റബിൾ എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ investable_amount എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ ടോട്ടൽ സാലറി, നമുക്ക് ടോട്ടൽ കിട്ടുന്ന എത്രയാണോ അതിന് എക്സ്പെൻസ് കുറയ്ക്കണം. സോ സാലറി മൈനസ് എക്സ്പെൻസ്. ഇപ്പം നമുക്ക് ഇൻവെസ്റ്റബിൾ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതായത് യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഏജ് കണ്ടുപിടിച്ചു, ഇൻകം സാലറി കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ എക്സ്പെൻസ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഉണ്ട് അതും കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്ത് വെച്ച ഫംഗ്ഷൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ആ ഫംഗ്ഷൻസ് നമ്മൾ ഈ ഒരു ഫയലിലോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതായത് നമ്മൾ മൊഡ്യൂൾസ് ആൻഡ് പാക്കേജ് എന്ന് പറയുന്ന സീരീസ് നമ്മുടെ പാർട്ട് 10 വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പൈതൺ സീരീസിലെ പാർട്ട് 10 ആയിട്ടുള്ള മൊഡ്യൂൾസ് ആൻഡ് പാക്കേജിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് മൊഡ്യൂൾ എന്നൊക്കെ. സോ ഏതൊരു .py ഫയൽ നമുക്ക് മൊഡ്യൂൾ എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു app.py എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. സോ ഈ മൊഡ്യൂളിൽ നമുക്ക് ഈ രണ്ട് ഫംഗ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഈ രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് ഇനി ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഫ്രം app.py ഫ്രം ആപ്പ് ഇമ്പോർട്ട്. ഞാൻ ഈ രണ്ട് ഫംഗ്ഷൻസാണ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. %to_cash എന്ന് പറയുന്നത് ജസ്റ്റ് കോപ്പി ചെയ്യാണ്, കോമ get_allocation. ഈ രണ്ട് ഫംഗ്ഷൻസ് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഈ രണ്ട് ഫംഗ്ഷൻ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇനി എനിക്ക് കിട്ടിയ ഇൻവെസ്റ്റബിൾ എമൗണ്ട് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ കോഡിൽ പോയിട്ട് എന്താ ചെയ്ത് നോക്കിയോട്ടെ. അതായത് ഓക്കെ, ഞാൻ ഇത് മൊത്തം ഇതുണ്ട് ഇവിടെ നമ്മൾ ചെയ്തെന്താ, അത് മൊത്തം കളക്ട് ചെയ്തു. ഇൻവെസ്റ്റബിൾ എമൗണ്ട് ഇത്ര സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു കോഡ് കണ്ടോ, അപ്പോൾ ഈ ഒരു കോഡ് ഞാൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത്ര കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, get_allocation. എനിക്ക് ഓൾറെഡി ഏജ് കൂടെ കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ get_allocation, ഈ get_allocation എന്ന് പറയുന്നത് ഈ ഒരു ഫയലിൽ നിന്ന് വരുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇവിടെ ഈ ഒരു ഫയലിൽ ഈ GUI.py എന്ന ഫയൽ ഞാൻ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നേരെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ get_allocation of age എന്ന് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന വഴി എനിക്ക് ഈക്വിറ്റിയിൽ എത്ര, ലാർജ് ക്യാപ്പിൽ എത്ര, മിഡ് ക്യാപ്പിൽ എത്ര, അങ്ങനെ ഓരോ ക്ലാസ്സസിലോട്ടും എത്ര പേഴ്സൻ്റാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടി. റിസൾട്ട് ഞാൻ ജസ്റ്റ് പുതിയ റിസൾട്ട് = എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തിനാണ് കൊടുക്കുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഞാൻ അവിടെ ഇൻവെസ്റ്റബിൾ എമൗണ്ട് ഈസ് ടു ഇൻവെസ്റ്റബിൾ എന്ന് കൊടുക്കുകയാണ്, investable_amount എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് വേരിയബിൾ എടുക്കണമെന്ന് നമ്മളിവിടെ F എന്ന് കൊടുക്കണം. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് കൊടുക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ. അതിലാദ്യം ഈക്വിറ്റി എന്ന് കൊടുക്കാം. ഈക്വിറ്റി ഈസ് ടു, നമ്മൾ ഈക്വിറ്റി കൊടുത്തിരുന്നത് എങ്ങനെയായിരുന്നു, ഇതായിരുന്നു ഈക്വിറ്റി കൊടുത്തിരുന്നത്. അത് ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ്, ഈക്വിറ്റിക്ക് വേണ്ട വാല്യൂ. അതിനുശേഷം ഇത് ഞാൻ കൊടുക്കേണ്ടത് വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഈ ഒരു കേളി ബ്രേസിൽ
എൻക്ലോസ് ചെയ്യാണ്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ ഇവിടെ ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഞാനത് മൾട്ടിപ്പിൾ ലൈനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയാണ് ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എഫ് എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഇവിടെ കൊടുക്കുന്ന സംഭവം നമ്മളൊരു വേരിയബിളായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഇത് ഞാൻ ഒരു വേറെ .ipynb ഫയലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നാൽ മാത്രം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഫയലിലോട്ട് വരാം. സോ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കൊടുക്കാം. testing.ipynb. അതിനകത്ത് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എങ്ങനെയാണ്, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു ഗ്രീറ്റിംഗ് ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. a ഹലോ വെൽക്കം ടു ഇന്ത്യ എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ പ്രിൻ്റ് ഓഫ് എ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഹലോ വെൽക്കം ടു ഇന്ത്യ എന്ന് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് എനിക്ക് ഈ ഹലോയ്ക്ക് ശേഷം വെൽക്കം ടു ഇന്ത്യ എന്ന് പറയുന്നത് അടുത്ത ലൈനിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യേണ്ടത്? അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ജസ്റ്റ് ഇതിന് ശേഷം ഒരു എൻ്റർ പ്രസ് ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മതിയെന്ന്. ജസ്റ്റ് ഒരു എൻ്റർ പ്രസ് ചെയ്തിട്ട് ചെയ്താൽ മതിയെന്ന്. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ, അൺടെർമിനേറ്റഡ് സ്ട്രിംഗ് ലെറ്ററില്ല. അതായത് ഈ ഒരു സ്ട്രിംഗ് ഈ ഒരു സംഭവം നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സിംഗിൾ ലൈൻ തന്നെ കൊടുക്കേണ്ടി വരും. കണ്ടല്ലേ? അപ്പോൾ നമുക്ക് 2 ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഒന്നെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഈ ബാക്ക്വേർഡ് സ്ലാഷും എന്നും ഒന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹലോ എന്നതിന് ശേഷം ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം വെൽക്കം ടു ഇന്ത്യ എന്ന അടുത്ത ലൈനിലോട്ട് വരും. ഇല്ലാന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ മാർഗ്ഗമാണ്. ഇതൊരു മാർഗ്ഗമാണ്. അല്ലാത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് സ്പേസ് കളയും, അങ്ങനെ കറക്റ്റായിട്ട് വരും. ഓക്കെ, ഒന്ന് ഇങ്ങനെ നമുക്ക് അടുത്ത ലൈനിലോട്ട് കൊടുക്കാം. ഇല്ല നമ്മൾ ചെയ്യുന്ന മാർഗ്ഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ഒരു ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുക. ഇതൊറ്റ കൊട്ടേഷൻ മാർക്കേ ഉള്ളൂ. അതിന് വരെ 3 കൊട്ടേഷൻ മാർക്ക് കൊടുക്കുക. 1 2 സെയിം ആയിരിക്കണം. 2 3 ഇവിടെയും 1 2 3. ഇപ്പോൾ ട്രിപ്പിൾ കോഡ്സ് കൊടുത്തു. ഇതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലൈൻ ഇറക്കി കൊടുത്താലും മുകളിലോട്ടായാലും ഒരു പ്രശ്നമില്ല. ഞാൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണാം, കണ്ടോ, ഹലോയ്ക്ക് ശേഷം ഒരു ഗ്യാപ്പ് വന്നു, ഈ ഒരു ലൈൻ ഗ്യാപ്പ് വന്നു. അതിനുശേഷം വെൽക്കം ടു ഇന്ത്യ എന്ന് വന്നു. സോ ഈ ഒരു ട്രിപ്പിൾ കോഡ്സ് നമ്മൾ കൊടുക്കുന്നത് ആക്ച്വലി ആ ഒരു മൾട്ടി ലൈൻ ആക്കാൻ വേണ്ടിയാണ്. നേരത്തെ പ്രിൻ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലൈനിൽ നമ്മൾ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ കഴിയത്തില്ല. സോ മൾട്ടി ലൈൻ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ട്രിപ്പിൾ കോഡ്സ് കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൾട്ടിപ്പിൾ ലൈനിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത്. അതായത് എനിക്ക് ആദ്യം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ, ലാർജ് ക്യാപ്പിൽ എത്ര, സ്മോൾ ക്യാപ്പിൽ എത്ര, അപ്പോൾ മൾട്ടിപ്പിൾ ലൈനിലോട്ട് വരാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടിയാണ് ഈ ട്രിപ്പിൾ കോഡ്സ് എന്ന് പറയുന്നത്. സോ ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മൾ യൂസ് ചെയ്ത അടുത്ത കാര്യമാണ് എഫ് എന്ന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് വേറെ രീതി കാണിച്ചു തരാം. ഞാൻ ഇവിടെ പ്രിൻ്റ് ഓഫ് ഹായ് അഡോൺ എന്ന് കൊടുക്കണം. സോ എനിക്ക് ഹായ് അഡോൺ കൊടുക്കണമെങ്കിൽ ഒന്ന് ഇങ്ങനെ കൊടുക്കാം. ഇല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്കൊരു വേരിയബിൾ ഞാനിപ്പോൾ a അഡോൺ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ പ്രിൻ്റ് ഓഫ് ഹായ് അഡോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹായ് സ്പേസ് കോമ എ എന്നാണ് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്. സോ എനിക്ക് ഹായ് അഡോൺ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിനും വേറെ രീതി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ എഫ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ എല്ലാം ഡബിൾ കോഡ്സിനുള്ളിൽ തന്നെ കൊടുക്കാം. ഹായ് എ എന്ന് കൊടുക്കുക. പക്ഷേ എന്ത് സംഭവിക്കണം, ഇതിന് പുറത്ത് എഫ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ എനെ നമ്മളൊരു കേളി ബ്രേസസിലോട്ട് എൻക്ലോസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സംഭവിക്കുന്നത് വെച്ചാൽ ഈ എഫ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്ന വഴി ഈ എ ഇല്ലേ, എന് ചുറ്റും നമ്മൾ കേൾ ബ്രേസ് കൊടുക്കുന്നു. സോ ഈ ഇത് മൊത്തത്തിൽ ഈ വേരിയബിളിൻ്റെ വാല്യൂ അഡോൺ അത് വെച്ചിട്ട് റീപ്ലേസ് ആവും. സോ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, നിങ്ങൾക്ക് ഹായ് അഡോൺ എന്ന് കാണാം. സോ എബോ കേസ് ഇത് രണ്ടും സെയിം ആയിട്ട് തന്നെ വരുന്നത്. സോ എഫ് എന്ന് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഞാൻ പറഞ്ഞത് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ, ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്താലും അതേപോലെ തന്നെ പ്രിന്റ് ആയിട്ട് വരും. ഇത് ഇവിടെ എ എന്ന് പറഞ്ഞെങ്കിൽ ഒരു വേരിയബിൾ ആയിട്ട് എടുക്കണം. സോ അത് വേരിയബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുക്കുന്നത്. ആ ഒരു എ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ 2 കേളി ബ്രേസ് കൊടുക്കുക. അതിനുശേഷം ഈ പുറത്ത് എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് മൊത്തത്തിൽ ഈ ഒരു എ വേരിയബിൾ ആണെന്ന് പൈതണ് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആ വേരിയബിൾ റീപ്ലേസ് ചെയ്യും, ഹായ് അഡോൺ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആയിട്ട് വരും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ എഫ് എന്ന് കൊടുക്കുന്നത്. അപ്പം അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും. സോ ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടി ലൈനായിട്ട് വരാൻ വേണ്ടിയാണ്. എഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നമുക്ക് വേരിയബിൾസ് ഈസി ആയിട്ട് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഇൻവെസ്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. അതിനുശേഷം ഇത് നമ്മൾ കേൾ ബ്രേസ് കൊടുത്ത കാരണം തന്നെ അത് വേരിയബിൾ ആയിരിക്കും. നമ്മൾ എഫ് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേൾ ബ്രേസ് എന്താ കൊടുക്കുന്നതൊക്കെ വേരിയബിൾ ആയിട്ടാണ് എടുക്കുക. സോ ഈ ഇൻവെസ്റ്റബിൾ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ആക്കി ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്യുക. അത് നമുക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ മനസ്സിലാവും. സോ ഞാൻ ഇപ്പോൾ ഈക്വിറ്റി കൊടുത്തു. ഇനി നമുക്ക് ലാർജ് ക്യാപ്പ് കൊടുക്കാം. ലാർജ് ക്യാപ്പ് ഈസ് വീണ്ടും ഞാനിവിടെ വന്നിട്ട് അതിൻ്റെ വാല്യൂ എടുക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമ്മൾ വീണ്ടും ഈ കേൾ ബ്രേസസിനുള്ളിൽ എൻക്ലോസ് ചെയ്യണം. ലാർജ് ക്യാപ്പായി. ഇനി മിഡ് ക്യാപ്പിൻ്റെ വാല്യൂ
ഇതിവിടെ എടുത്തു. ഇനി സ്മോൾ ക്യാപ്പ്, അതുപോലെ തന്നെ ഡെപ്റ്റ്, ഗോൾഡ്, ഗോൾഡ് ഓൾട്ടർനേറ്റീവ്സ് തന്നെ കൊടുക്കാം. ഇത് നമ്മൾ വീണ്ടും കേളി ബേസിസിനുള്ള എൻക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ട്രിപ്പിൾ കോഡ്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൾട്ടി ലൈനിലോട്ട് വരാൻ വേണ്ടിയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഇപ്പോൾ നമുക്ക് പറ്റും. അതുപോലെ തന്നെ എഫ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എഫ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള നമ്മൾ എന്തൊക്കെ ഈ കേളി ബ്രേസസിനുള്ള എന്തൊക്കെ കൊടുക്കുന്നു അത് മൊത്തം വേരിയബിൾ ആയിട്ട് എടുക്കുകയുള്ളൂ. സോ ഈ ഇൻവെസ്റ്റർ എമൗണ്ട് ഇത് വന്ന് വേരിയബിളാണ്, ഈക്വിറ്റി ഇത് വേരിയബിളാണ്, ലാർജ് ക്യാപ്പ് ഇത് വേരിയബിളാണ്. അപ്പോൾ ഇതെല്ലാം വേരിയബിൾ ആയിട്ട് എടുക്കുക. സോ ഇപ്പോൾ നമുക്ക് റിസൾട്ട് കൊടുത്തു. ഇനി ഈ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഔട്ട്പുട്ട് ലേബൽ എന്ന് പറയുന്നത് റിസൾട്ട് ലേബൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലോട്ടേക്ക് അത് ആഡ് ചെയ്യണം. സോ അത് നമ്മൾ ചെയ്യുന്നതാണ് റിസൾട്ട് അണ്ടർസ്കോർ ലേബൽ. അതാണ് നമ്മുടെ ആ ഒരു ലേബൽ എന്ന് പറയുന്നത്. അത് ഡോട്ട് കോൺഫിഗ് ചെയ്യുക. എന്നിട്ട് അതിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുക്കണം? ഇതാ ഈ കൊടുത്ത റിസൾട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു ഗ്യാപ്പ് മൊത്തം കളഞ്ഞേക്കാം. ഇപ്പോൾ ഇവിടെ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് ആ ഇൻറ്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇത് മൊത്തം ഒരു ഫംഗ്ഷനാണ്. പക്ഷേ ഇവിടെ ഈ ഇൻറ്റൻഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പിൾ കോഡ്സിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒരൊറ്റ സിംഗിൾ ഐറ്റം ആണ്. മനസ്സിലായോ? സോ ഇവിടെ നമ്മളൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെയും ആ ഒരു സെയിം ഗ്യാപ്പ് വരും. സോ അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം ആ ഫംഗ്ഷൻ അവസാനം നമ്മളത് റിസൾട്ട് അണ്ടർസ്കോർ ലേബൽ, ആ ഒരു റിസൾട്ട് അണ്ടർസ്കോർ ലേബൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ടിലേക്ക് ഡോട്ട് കോൺഫിഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ടെസ്റ്റ് ഉണ്ടായിരുന്നത്? അവിടെ നേരത്തെ എന്തോ ഉണ്ടായിരുന്നത്? നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം ഇത് വരും. ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം വരും. സോ നമുക്ക് ഇനി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇനി ഇവിടെ ഏജ് എന്ന് പറയുന്ന ഒരു 25 എന്ന് കൊടുക്കുകയാണ്. മന്ത്ലി സാലറി ഒരു 50,000 കൊടുക്കുകയാണ്. മന്ത്ലി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 20,000 കൊടുക്കുകയാണ്. ഞാൻ കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇൻവെസ്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. അതായത് 50,000 സാലറി, 20,000 എക്സ്പെൻസ്, ബാക്കിയുള്ള 30,000. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈക്വിറ്റി എത്രയാണ്, ലാർജ് ക്യാപ്പ് എത്രയാണ്, മിഡ് ക്യാപ്പ് എത്രയാണ്, ഗോൾഡ് എത്രയാണ്, അങ്ങനെ മൊത്തം ആ ഒരു എമൗണ്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി വയ്ക്കാം. അതായത് ഈ ഒരു സംഭവം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇൻവെസ്റ്റബിൾ എമൗണ്ടും ഇതും വരുന്നതൊക്കെ എവിടെ നിന്നാണ്? ഈ റിസൾട്ട് നിന്നാണ്. ഇവിടെ കാണുന്നുണ്ടോ? ഇൻവെസ്റ്റബിൾ എമൗണ്ട് ഈസ് ടു കണ്ടോ? ഈ ഇൻവെസ്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ അത് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഡൗൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈക്വിറ്റി, ലാർജ് ക്യാപ്പ്, ഗോൾഡ് ഓൾട്ടർനേറ്റീവ്സ് ഇത് മൊത്തം കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് അതിൻ്റെ വാല്യൂസ് നമുക്ക് മൊത്തം കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് വൃത്തിക്ക് ലേ ഔട്ട് ചെയ്യണം. സോ ആദ്യം നമുക്ക് ഈ ഒരു ഏരിയ, അതായത് ഇതെന്ന് പറയുന്നതാണ് റിസൾട്ട് അണ്ടർസ്കോർ ലേബലാണ്. സോ ഈ റിസൾട്ട് അണ്ടർസ്കോർ ലേബിൾ നമുക്ക് ജസ്റ്റ് അതിന് വേണ്ടി നമുക്കിത് മൊത്തത്തിലൊന്ന് ക്ലിയർ അപ്പ് ആക്കണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻ്റെ ഫംഗ്ഷനാലിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലുക്ക് ഒന്നുകൂടെ നമുക്ക് മാറ്റി വയ്ക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ മൊത്തം നമുക്ക് റുപ്പീസ് എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുക്കാം. ആ സിമ്പിൾ നമുക്ക് നമ്മുടെ പഴയ കോഡിനകത്തുണ്ട്. ആ റുപ്പീസ് ഞാൻ കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം റുപ്പീസ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. എല്ലാത്തിനും ഫ്രണ്ട് റുപ്പീസ് പേസ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഈ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇതൊന്ന് കുറച്ച് ഇൻ്റർനാഷണൽ കൊടുക്കാം. സോ നമുക്കൊന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതൊന്നുകൂടെ ഇൻവെസ്റ്റബിൾ എമൗണ്ട് ഇവിടെ ഞാൻ റുപ്പീസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യണം. ഞാൻ വീണ്ടും 25 ടൈപ്പ് ചെയ്യുന്നു. 50,000 സാലറി കൊടുക്കുന്നു. 25,000 എക്സ്പെൻസ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ വൃത്തിയായി ഇൻവെസ്റ്റബിൾ എമൗണ്ട് 25,000 റുപ്പീസാണ്. ഇപ്പോൾ ഈക്വിറ്റി അതിൻ്റെ മൊത്തം റുപ്പീസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് മൊത്തത്തിൽ ഇവിടെ ഈ ഒരു എൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് ഇതിൻ്റെ ഫോണ്ട് ഒന്നുകൂടെ വലുതാക്കാം, ഒന്ന് ബോൾഡ് ആക്കാം. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ എൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എൻ്റെ ഒരു ഡീറ്റെയിൽസ് നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫോണ്ട് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രേ ഉള്ളൂ. നമ്മൾ കോമ ഫോണ്ട് ഈക്വൽ ടു ഞാൻ തൽക്കാലം നമ്മൾ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഏരിയൽ ഫോണ്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈസ് ഞാനൊരു 14 കൊടുക്കുകയാണ്. ഇതിന് ഞാനൊരു കുറച്ച് ബോൾഡ് സ്റ്റൈലും കൊടുക്കാം. ഇനി അത് ഒന്നുകൂടെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
കണ്ടോ ഈ എൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കുറച്ച് ബോൾഡായി. ഇനി എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് വേണം. അത് സ്പേസ് കൊടുക്കാൻ പാഡ് യൂസ് ചെയ്തിട്ട് സോ പാഡ് വൈ കൊടുക്കാം മുകളിലും താഴെ സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പേക്കിൻ്റെ അകത്ത് പോയിട്ട് പാഡ് വൈ എന്ന് കൊടുക്കുകയാണ്. ഞാൻ പാഡ് വൈ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുകയാണ്. സോ ഇനി നമുക്ക് അതൊന്നുകൂടെ പോയി നോക്കി നോക്കാം. കണ്ടോ ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസിൻ്റെ മുകളിലും കുറച്ച് സ്പേസ് ഉണ്ട്, താഴെയും കുറച്ച് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് മൊത്തം നമുക്കൊരു വൈ ഡയറക്ഷനിലൊരു 5 ഡിസ്റ്റൻസ് കൊടുക്കാം. സോ പാഡ് വൈ ഈക്വൽ ടു 5 എല്ലായിടത്തും കൊടുക്കാം. സോ ഞാനിവിടെ നമ്മൾ കൊടുത്തത് ഈ എൻ്റെ ഡീറ്റെയിൽസിന് കൊടുത്ത് പാഡ് വൈ, അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും ഞാൻ പാഡ് വൈ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഈ age_label അതിനൊരു പാഡ് വൈ കൊടുക്കാം. അപ്പോൾ എല്ലാം ഡോട്ട് ഗ്രിഡിനകത്ത് പാഡ് വൈ ഈക്വൽ ടു നമുക്കൊരു 5 കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ എല്ലായിടത്തോടും കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ എല്ലായിടത്തും ഒരു 5 സ്പേസിങ് വന്നോളും. അപ്പോൾ അതോടെ കാണാൻ ഒന്നുകൂടെ വൃത്തിയിരിക്കും. ഈ ബട്ടൻ്റെ അവിടെ നമുക്ക് അത് ഇത് വേണ്ടി ചെയ്യാം. ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ട്, ഇപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് സ്പേസ് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ഒരു 5 പിക്സൽ സ്പേസ് വന്നു. ഇനി കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സ്പേസ് കൂടുതൽ കൊടുക്കാം. അപ്പോൾ കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ ഇവിടെയാണ്. ഇവിടെ ഞാൻ പാഡ് വൈ എന്ന് പറയുന്നൊരു 15 കൊടുക്കുകയാണ്. സോ ആ ഒരു ബട്ടൺ ഒന്നുകൂടെ ഒന്ന് വേർതിരിച്ച് തന്നോളും. ഇപ്പോൾ കണ്ടോ ആ ഒരു ബട്ടൺ കണ്ടോ കുറച്ചുകൂടെ വേറിട്ട് തന്നു. ഇനി നമുക്ക് ഈ ലേബൽ മുഴുവൻ ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് അലൈൻ ചെയ്ത് വെക്കാം. അപ്പം ഇപ്പോൾ കറൻ്റ്ലി ഈ ലേബൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതുണ്ടോ ഈ ഏജും മന്ത്ലി സാലറി മന്ത് എക്സ്പെൻസ് ഒക്കെ ഇതൊക്കെ കുറച്ച് ഇത് ആക്ച്വലി നടുക്കാണ് നിൽക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒന്നുകൂടെ ലെഫ്റ്റിലോട്ടേക്ക് എല്ലാം ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണാൻ വൃത്തിയായിരിക്കും. സോ അത് ചെയ്യാൻ വേണ്ടി അത് ഈ 3 ലേബൽസ്, സോ ഏജിൻ്റെ ലേബൽ, മന്ത്ലി സാലറി ലേബൽ, മന്ത്ലി എക്സ്പെൻസ് ലേബൽ, അത് മൊത്തം ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഏജിൻ്റെ ലേബൽ ഇത് എവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അത് ഞാൻ ലെഫ്റ്റിലോട്ടേക്ക് ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡാണ് സ്റ്റിക്കി എന്ന് പറയുന്നത്. സ്റ്റിക്കി ഈക്വൽ ടു W, അതായത് സ്റ്റിക്കി അത് W എന്ന് പറയുന്നത് വെസ്റ്റ് ആണ്. സോ വെസ്റ്റ് സൈഡിലോട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ ഏജ് നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് വന്നു. അത് തന്നെ ഈ സ്റ്റിക്കി ഈക്വൽ ടു W നമ്മൾ എല്ലായിടത്തോടും കൊടുക്കുക. ലേബൽ ഉള്ളിടത്ത് മാത്രം ഈ ബോക്സിന് ആവശ്യമില്ല, എൻട്രിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇത് ഇവിടെ കൊടുക്കുകയാണ്. അത് തന്നെ ഞാൻ മന്ത്ലി എക്സ്പെൻസിന് കൊടുക്കുകയാണ്. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇപ്പം ഇതെല്ലാം ഇതെല്ലാം ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് വന്നിരിക്കുകയാണ്. അത് സ്റ്റിക്ക് ഈക്വൽ ടു W കൊടുത്തത് കാരണം നമുക്ക് അങ്ങനെ വരുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ ഇപ്പം ഇത് മൊത്തത്തിൽ കാണാനൊരു ഭംഗിയായി. ഇനി ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇതെല്ലാം ഒന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഔട്ട്പുട്ട് ഒന്നുകൂടെ വൃത്തിയാക്കാം. ഞാൻ 25,000 തന്നെ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഔട്ട്പുട്ട് കണ്ടില്ല, ഇത് കുറച്ച് നമുക്ക് വൃത്തിയാക്കിയിട്ട് ഇതും മൊത്തം ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് നിൽക്കുന്ന പോലെ നമുക്ക് വെക്കാം. അതിനുവേണ്ടി ഈ ഔട്ട്പുട്ട് ഇരിക്കുന്നത് ris_label.pack ആണ്. ഇവിടെ ഞാൻ ജസ്റ്റിഫൈ ഈക്വൽ ടു ലെഫ്റ്റ് എന്നാണ് കൊടുക്കേണ്ടത്. സോ അത് ഞാനിവിടെ കൊടുക്കുകയാണ്, ജസ്റ്റിഫൈ ഈക്വൽ ടു ലെഫ്റ്റ്. സോ ദാറ്റ് എല്ലാം അത് മൊത്തം ആ ഒരു ഔട്ട്പുട്ട് മൊത്തം ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് മാറും. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അതിന് കുറച്ച് ഫോണ്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. സോ ഞാൻ അതിൻ്റെ ഫോണ്ട് ഈക്വൽ ടു കൊറിയർ ന്യൂ നല്ലതായിരിക്കും, കൊറിയർ ന്യൂ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഒരു 10 കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ആക്കി നോക്കാം. അപ്പം ഏജ് വീണ്ടും ഞാൻ 25 കൊടുക്കുന്നു. മന്ത്ലി സാലറി ഞാൻ തൽക്കാലം ഒരു 80,000 കൊടുക്കുന്നു. മന്ത്ലി എക്സ്പെൻസ് ഞാൻ ഒരു 30,000 കൊടുക്കുന്നു. ഇനി കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നത് കണ്ടോ ഇത് ഒന്നുകൂടെ വൃത്തിയായിട്ട് വന്നു. അപ്പോൾ ഇൻവെസ്റ്റബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ മൊത്തത്തിൽ സ്റ്റൈൽ മാറി. ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഉണ്ട് ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻവെസ്റ്റബിൾ എമൗണ്ട് 50,000 റുപ്പീസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ഡൗണിൽ ഈക്വിറ്റി 40,000 ആണ്. അതിന് ലാർജ് ക്യാപ്പ് എത്ര, മിഡ് ക്യാപ്പ് എത്ര, സ്മോൾ ക്യാപ്പ് എത്ര, ഡെപ്റ്റ് എത്ര, ഗോൾഡ് ഓൾട്ടർനേറ്റ്സ് എത്ര, സോ എല്ലാം നമുക്ക് ഒന്നുകൂടെ വൃത്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഇനി മൾട്ടിപ്പിൾ രീതിയിൽ ഒന്നുകൂടെ വൃത്തിയാക്കാൻ സാധിക്കും. ഞാനിപ്പം കറൻ്റ് ഇത് വെച്ച് നിർത്തുകയാണ്. സോ ഇപ്പം നമുക്ക് ഈ ഒരു കോഡ് മുഴുവൻ ഇപ്പോൾ ഇത് മൊത്തം നമ്മളൊരു GUI ഒരു ഇൻ്റർഫേസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടോ, ഇവിടെ ഈ ഒരു കോഡിംഗ് ഇൻ്റർഫേസിലാണ് മൊത്തം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ നമുക്കൊരു ഇൻ്റർഫേസ് കിട്ടി. പക്ഷേ ഇപ്പോൾ ഒരു ആപ്പായിട്ടില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊരു ആപ്പ് ആക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് PyInstaller എന്ന് പറഞ്ഞ പാക്കേജ്. സോ ആദ്യം നമുക്ക് ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം, പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു പാക്കേജസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഇതൊരു തേർഡ് പാർട്ടി പാക്കേജാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഞാനത് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ GUI ടിക്ക് എൻട്രി യൂസ് ചെയ്തിട്ട് ഈ ഒരു ടൂളിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളിൻ്റെ GUI മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു വിൻഡോസ് ആപ്പ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് PyInstaller യൂസ് ചെയ്യുന്നത്. സോ അത് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മളത് പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ നമ്മളിവിടെ ടെർമിനലോട്ട് വരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ പിപ്പ് സ്പേസ് ഇൻസ്റ്റാൾ PyInstaller എന്ന് കൊടുക്കുന്നു. അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഓൾറെഡി ഉള്ളതാണെന്ന് തന്നെ അത് പെട്ടെന്ന് കഴിഞ്ഞു. നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. സോ ഇൻസ്റ്റാൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന കമാൻഡ് ടൈപ്പ് ചെയ്യണം, PyInstaller സ്പേസ് -1 ഫയൽ. ഇതെന്താ ഞാൻ പറഞ്ഞുതരാം.
-windowed -name നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ടൂൾ എന്ന് കൊടുക്കാം. stock_market_tool. അതിനുശേഷം ഈ ഒരു ഫയലിന് GUI.py. സോ ഇവിടെ ഞാൻ എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ വന്ന് PyInstall നമ്മൾ യൂസ് ചെയ്യാം. സോ ആദ്യം PyInstall എന്നൊന്ന് വേർഡ് കൊടുക്കാം. അതിനുശേഷം -1 ഫയൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആ ഒരു ആപ്പ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫയൽ ആയിരിക്കണം. അതാണ് 1 ഫയൽ എന്ന് പറയുന്നത്. -windowed എന്ന് പറയുന്നത് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേറെ വിൻഡോസ്, അതായത് യൂഷ്വലി ചില ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കമാൻഡ് പ്രോംപ്റ്റും വിൻഡോയും ഓപ്പൺ ആയിട്ട് വരും. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. -name എന്ന് പറയുന്ന ആ ആപ്പിന് നമ്മൾ കൊടുക്കുന്ന പേര്, അത് ആ ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ .txt ഫയലായി. ആ ഫയലിന് കൊടുക്കുന്ന പേരാണ് സ്റ്റോക്ക് മാർക്കറ്റ് ടൂൾ എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ എക്സിക്യൂട്ട് ആവേണ്ടത് ഏത് കോഡ് ഉപയോഗിച്ചിട്ടാണ്? GUI.py എന്ന് പറഞ്ഞാൽ ഈ കോഡിൻ്റെ പേരാണ് GUI.py. അപ്പോൾ അത് ഉപയോഗിച്ചാണ് എക്സിക്യൂട്ട് ആവേണ്ടത്. ഇനി ഞാൻ അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യണം, എൻ്റർ പ്രസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു പുതിയ 2 ഫോൾഡേഴ്സ് കൂടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ബിൽഡും ഡിസ്റ്റ് എന്ന് പറയുന്നത്, അതിന് .spec എന്ന് പറഞ്ഞ ഫയലും ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം ഇത് കോഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഇനി ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ ഫോൾഡർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ തൊട്ട് മുന്നേ വരെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഈ app.py ഈ ഒരു ഫയൽ മാത്രമായിരുന്നു. അതിനുശേഷം നമ്മൾ GUI.py എന്ന് പറയുന്ന GUI.py എന്ന ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഫയൽ നമ്മൾ ഞാൻ നേരത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. അത് ഈ ഫയൽ ഞാൻ ഡിലീറ്റ് അടിച്ച് കളയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ _pycache ഇത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ മൊഡ്യൂൾസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഫോൾഡറാണ്. സോ നമ്മളിവിടെ ആക്ച്വലി ഈ ഒരു GUI.pyയിൽ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഇതുണ്ട് ഈ മൊഡ്യൂളിൽ നിന്ന് ഫംഗ്ഷൻസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന ഫോൾഡറാണ് _pycache എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഫോൾഡർ ഉണ്ടായി. അതിനുശേഷം ഈ 3 ഫയൽസ്, ഈ 2 ഫോൾഡർ ഈ ഫയലുമാണ് നമ്മൾ ആക്ച്വലി ഈ PyInstall യൂസ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ആവുന്നത്. സോ ആദ്യം ഈ ഡിസ്റ്റ് എന്ന് പറയുന്നതിലാണ് നമ്മുടെ ആ ഒരു ആപ്പ് ഉള്ളത്. സോ ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ നെയിം കൊടുത്തായിരുന്നു stock_market_tool. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും stock_market_tool. ആ പേരിലൊരു ആപ്പ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആപ്പ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. കണ്ടോ, ഇപ്പോൾ അത് പ്രോപ്പർ വിൻഡോസ് ആപ്പ് ആയിട്ട് മാറിയാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പുറത്തോട്ട് മറ്റേ ഫോൾഡർ പറഞ്ഞുതരാം. സോ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്റ്റ് എന്ന ഫോൾഡർ ഉണ്ടായി. അതുപോലെ തന്നെ ബിൽഡ് എന്ന് പറയുന്നത് ഈ PyInstaller യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്പ് ബിൽഡ് ചെയ്യുന്നത്. സോ ആ സമയത്ത് കുറച്ച് ടെമ്പററി ഫയൽസ് ഒക്കെ ആണ്, അത് സ്റ്റോർ ചെയ്യുന്ന ഈ ബിൽഡ് എന്ന ഫോൾഡറിൻ്റെ അകത്താണ്. സോ അതിൻ്റെ അകത്താണ് ഈ ഒരു ടൂളിൻ്റെ കുറച്ച് ഫയൽസും ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫയൽസും ടെമ്പററി ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെന്താണ് നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ബാക്കോട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ യെസ്. അപ്പം ഈ 2 ഫോൾഡറാണ് മെയിനായിട്ട് PyInstall യൂസ് ചെയ്യുന്നത്. ഈ 2 ഫോൾഡറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ആപ്പ് എപ്പോഴും ഇരിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കിയ ഒരു ആപ്പില്ല, നമുക്ക് വിൻഡോസ് ആപ്പ് എന്ന് പറയുന്ന ആ ആപ്പ് എപ്പോഴും ഇരിക്കുന്ന ഈ ഡിസ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും. സോ ഈ ഡിസ്റ്റ് ഓപ്പൺ ചെയ്താൽ ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആപ്പ് എന്ന് പറയുന്നത്, വിൻഡോസ് ആപ്പ്. ഇപ്പം ഈ ഒരു വിൻഡോസ് ആപ്പ് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് പ്രോപ്പർ ആപ്പായി മാറിക്കുകയാണ്. ഇവിടെ എനിക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ ഏജ് 50 എന്ന് കൊടുക്കുകയാണ്. മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഒരു 1 lakh എന്ന് കൊടുക്കുകയാണ്. മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു 45,000 എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കാൽക്കുലേറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, അപ്പോൾ എനിക്കൊരു കോഡിംഗ് എൻവോൾവ്മെൻറ്റ് വേണം. എനിക്ക് പുറത്തൊരു ആപ്പിൽ നിന്ന് ഇത് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് പറയുന്ന നല്ലൊരു GUI കൊടുത്തു, ടിക്കൻ റിവ്യൂസ് നല്ലൊരു GUI കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ PyInstaller യൂസ് ചെയ്തിട്ട് ഇതിനെ നമ്മളൊരു പ്രോപ്പർ .txt ഒരു വിൻഡോസ് ആപ്പാക്കി മാറ്റി കൺവേർട്ട് ചെയ്തു. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കോഡ് എന്ന് പറഞ്ഞാൽ PyInstaller -1 ഫയൽ എന്ന് പറയുന്ന ഒരൊറ്റ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ കണ്ടു ഈ .txt ഈ ഒരു ആപ്ലിക്കേഷൻ ഒറ്റ ഫയലുള്ളൂ. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനൊപ്പം തന്നെ കുറച്ച് ഫോൾഡേഴ്സ് കൂടെ ക്രിയേറ്റ് ആവും. ആ ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആപ്പ് വർക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. ആ _, ഇവിടെ കൊടുത്തിരിക്കുന്ന -1 ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ഫയൽ കിട്ടും, ഒരൊറ്റ .txt എന്ന ഒരൊറ്റ ആപ്ലിക്കേഷൻ കിട്ടും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം, വേറൊരു ഫയൽസിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഈ -windowed എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് ഇത് ഓപ്പൺ ആക്കിയ സമയത്ത് വേറെ ഒന്നും തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു ആപ്പ് മാത്രം ഓപ്പൺ ആവുന്നുള്ളൂ. അതിന് വേണ്ടി നമ്മൾ -windowed എന്ന് കൊടുക്കുന്നത്. ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഇപ്പോൾ ഇവിടെ കാണുന്ന ജസ്റ്റ് ഇവിടെ CMD ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഇതും കൂടെ അതിനോട് ഓപ്പൺ ആയിട്ട് വരും. സോ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു -windowed എന്ന് കൊടുത്തത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അതിനുശേഷം -name എന്ന് പറയുന്ന ആ ഒരു ടൂളിൻ്റെ പേരെന്ത് കൊടുക്കണം, ആ ഒരു ആപ്പിൻ്റെ പേര്, അതാണ് ആ ഫയലിൻ്റെ പേര് stock_market_tool. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് stock_market_tool. അപ്പോൾ ആ ഫയലിൻ്റെ പേര് അങ്ങനെ മാറി. അതിനുശേഷം അത് ഏത് ഫയൽ ഉപയോഗിച്ച് GUI.py അത് ഈ ഫയൽ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു. സോ ഇതുവരെ ഞാൻ പറഞ്ഞത്
സോ ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു എൻ്റയർ കോഡ് നമ്മൾ ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യുക എന്ന് പറയുന്നതാണ്. സോ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഗിറ്റ്ഹബ് ഓപ്പൺ ചെയ്ത് അതിലൊരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഗിറ്റും ഗിറ്റ്ഹബും ഇതിനെക്കുറിച്ച് ഞാൻ പ്രോപ്പറായിട്ടൊരു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 3 വീഡിയോസ് കണ്ടാൽ തന്നെ നമുക്ക് ഈ ഒരു ടൂളിന് വേണ്ട കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇനി അങ്ങോട്ടുള്ള ഗിറ്റ്ഹബ് കാര്യങ്ങളൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. വേണമെങ്കിൽ ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഈ ഒരു വീഡിയോ ബാക്കി കാണുക. അങ്ങനെ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഗിറ്റ്ഹബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഗിറ്റ്ഹബിൽ ഞാൻ ഒരു പുതിയ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഗിറ്റ്ഹബ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് ഞാൻ റെപ്പോസിറ്ററീസ് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇനി പുതിയൊരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനുശേഷം അതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഗിറ്റും ഗിറ്റ്ഹബും ചെയ്യുന്നത് ആദ്യം ഈ ഫോൾഡറിൽ നമ്മൾ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യണം. സോ ഞാൻ ഈ ഫോൾഡർ ബാക്കോട്ടേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ടൂളിന് ഒരു ജിയോ ഇൻ്റർഫേസ് കൊടുത്തു, ആ ഒരു ആപ്പാക്കി മാറ്റി കൺവേർട്ട് ചെയ്തു. ആപ്പ് ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് ഫോൾഡറിനകത്ത് ഇവിടെ ഒരു ആപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഈ കോഡ് മൊത്തം ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യുകയാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് റെസ്യൂമിൽ ഇത് മെൻഷൻ ചെയ്യാൻ സാധിക്കും, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ റെസ്യൂമിൽ മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിങ്ക് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിക്രൂട്ടറിന് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇനി ഇവിടെ നമുക്ക് ഗിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിവിടെ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇത് ഞാൻ മൊത്തം ക്ലിയർ ചെയ്ത് കളയാണ്. ഞാൻ അവിടെ ഗിറ്റ് ഇനിറ്റ് എന്ന് കൊടുക്കുകയാണ്. ഗിറ്റ് ഇനിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യണം. സോ ദാറ്റ് ഇനി അങ്ങോട്ടേക്ക് ഇത് ട്രാക്ക് ചെയ്ത് തുടങ്ങും. ഞാൻ ഗിറ്റ് ഇനിറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വ്യൂ ഷോ ഹിഡൻ ഫയൽസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓൾറെഡി ഹിഡൻ ഫയൽസ് കാണുന്നുണ്ട്. കണ്ടോ, ഡോട്ട് ഗിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഇനി തൊട്ട് എന്ത് ചേഞ്ചസ് വരുത്തിയാലും ഇത് ട്രാക്ഡ് ആണ്. ഇനി ഇതേപോലെ തന്നെ ഞാൻ ഗിറ്റ്ഹബ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഞാൻ തോന്നുന്നു ഇവിടെ റെപ്പോസിറ്ററീസ് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുന്നത് പുതിയ റെപ്പോസിറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ റെപ്പോസിറ്ററിൻ്റെ പേര് ഇവിടെ കൊടുത്ത സെയിം പേര് തന്നെ കൊടുക്കാം. സ്റ്റോക്ക് _ മാർക്കറ്റ് _ ഇൻവെസ്റ്റ്മെൻറ്റ് _ ടൂൾ. ഇത് സെയിം ആണെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ സാധിക്കും. ഞാൻ അവിടെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒരു ബിൽഡിംഗ് എ ബിഗിനർ ഫ്രണ്ട്ലി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ എന്ന് പറയുകയാണ്. അതിനുശേഷം ഇതിൻ്റെ വിസിബിലിറ്റി ഞാൻ പബ്ലിക് കൊടുക്കണം. ഇതൊന്നും ഞാൻ മാറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് സ്ക്രോൾ താഴത്തോട്ട് വേണമെങ്കിൽ നമുക്കിവിടെ കാണാം പുഷ് ആൻഡ് എക്സിസ്റ്റിംഗ് റെപ്പോസിറ്ററി ഫ്രം ദ കമാൻഡ്. അത് നമുക്ക് ഓൾറെഡി ഇവിടെ റെപ്പോസിറ്ററി ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഓൾറെഡി റെപ്പോസിറ്ററി ഉണ്ട്. ഇതൊരു റെപ്പോസിറ്ററിയാണ്. സോ അത് നമുക്ക് ഇതിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാം. സോ ഞാൻ ആദ്യം ഈ ഒരു കോഡ് കോപ്പി ചെയ്യുകയാണ്. സോ ഇത് ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാൻ പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്ത കോഡ് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഞാൻ ഈ ഒരു ഗിറ്റ്ഹബിലോട്ട് ഈ ഒരു റെപ്പോസിറ്ററിലോട്ട് ഞാൻ ഇത് ആഡ് ചെയ്യുകയാണ്. സോ ഇപ്പോൾ ഇതിലോട്ടേക്ക് ആഡായി. അതിനുശേഷം ഞാൻ ബ്രാഞ്ചിൻ്റെ പേര് മെയിൻ എന്ന് പറഞ്ഞ് മാറ്റിയാണ്. ഇവിടെ നേരത്തെ മാസ്റ്ററും കണ്ടുമായിരുന്നു, അത് ഞാൻ മെയിൻ എന്ന് പറഞ്ഞ് മാറ്റി. ഇനി നമുക്ക് തേർഡ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത് മൊത്തം ഒന്ന് ഇതിലോട്ടേക്ക് പുഷ് ചെയ്യാം. സോ ഇവിടെ തന്നെ എല്ലാം നമ്മൾ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ബിൽഡ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം ഞാൻ തൽക്കാലത്ത് ഈ സിമ്പിളാക്കാൻ വേണ്ടി ഞാൻ എല്ലാം കൂടെ പുഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ ഈ ചേഞ്ചസ് മൊത്തം ഞാൻ ഈ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. സോ എല്ലാം സ്റ്റേജ് ചേഞ്ചസ് ആയി മാറി. ഞാൻ അവിടെ ജസ്റ്റ് ഇനിഷ്യൽ കമ്മിറ്റ് എന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. ശരിക്കും നമ്മൾ ഇത് മൊത്തം പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളാക്കി വെക്കാൻ വേണ്ടി ജസ്റ്റ് എല്ലാം കൂടെ പുഷ് ചെയ്യാണ്. നിങ്ങൾക്ക് ആ ഒരു എൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ അവിടെ കമ്മിറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ പബ്ലിഷ് ബ്രാഞ്ച് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ആ ഒരു ചേഞ്ചസ് പുഷ് ആയിട്ടുണ്ട്. വേണ്ടി നമുക്ക് ഈ ഒരു തേർഡ് കമാൻഡ് ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് നോക്കാം. ഇതാണ് പുഷിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. സോ അത് ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തപ്പം പുഷ് ആയിട്ടുണ്ട്. ഓക്കെ, ബ്രാഞ്ച് മീൻ സെറ്റപ്പ് ടു ട്രാക്ക്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ആ ഒരു എൻ്റർ കോഡ് ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്രം ഉണ്ടായിരുന്ന കോഡ് നമ്മളിപ്പോൾ ഗിറ്റ്ഹബിലോട്ട് ഫുള്ളായിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഗിറ്റ്ഹബിൽ പോയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നമ്മൾ കണ്ട എല്ലാ കോഡും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ബിൽഡ് _ സ്റ്റോക്ക് മാർക്കറ്റ് ടൂൾ ഡിസ്റ്റ് app.py. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ app.py കോഡ് മൊത്തം ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ GUI.py ഇതിൻ്റെ കോഡ് മൊത്തം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഇനി നമ്മൾ ഈ ഡിസ്റ്റിനകത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ആപ്പ് കണ്ടു, ഇതാണ് നമ്മുടെ ആപ്പ്. ഈ ആപ്പ് ഇവിടെ കിടക്കുന്നുണ്ട്. സോ നമുക്ക് ഇനി ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്ക് റെസ്യൂമിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലിങ്ക് കണ്ടില്ലേ,
ഈ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ റെസ്യൂമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ ആരാണോ ആ റെസ്യൂമ് നോക്കുന്നത് ആ നോക്കുന്ന ആൾക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കോഡിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നമ്മൾ ആക്ച്വലി കുറച്ച് കാര്യം ഒഴിവാക്കാണ്ട് ഈ അണ്ടർസ്കോർ പൈക്യാഷ് ഇത് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ബിൽഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് ഈ ഡോട്ട് സ്പെക്ക് ഈ ഫയലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് നമ്മൾ ഗിറ്റ് ഇഗ്നോർ എന്ന സംഭവമുണ്ട്, അതിലോട്ട് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പുഷ് ആവാണ്ടിരിക്കും. സോ അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു എൻ്റെ ലൈഫ് സൈക്കിൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളിൻ്റെ എൻ്റെ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ടൂളിനെ നമ്മൾ നല്ലൊരു ടിക്കിൻഡർ യൂസ് ചെയ്ത് നല്ലൊരു GUI കൊടുത്തു. അതിനുശേഷം ഇൻസ്റ്റാളർ യൂസ് ചെയ്ത് അതിനൊരു വിൻഡോസ് ആപ്പാക്കി മാറ്റി കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു എൻ്റെ കോഡ് നമ്മൾ ഗിറ്റബിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്തു. സോ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു ടൂൾ ബിൽഡിങ്ങിൻ്റെ എൻ്റെ സ്റ്റെപ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഫാസ്റ്റ് പേസിൽ കുറച്ച് സ്പീഡിൽ പോകേണ്ടി വന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. പൈതൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.